നമ്മൾ എത്ര മധുരം കഴിക്കണ്ടെന്ന് വിചാരിച്ചാലും ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന അവസരങ്ങളുണ്ടല്ലേ, അങ്ങനെ ഒരു ദിവസമായിരുന്നു അത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു നല്ലൊരു റെസിപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗിൽറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഞാൻ കണ്ടുപിടിച്ചതൊന്നും അല്ല കേട്ടോ, എല്ലായിടത്തുള്ള റെസിപ്പിയൊക്കെ തന്നെ, എന്നാൽ എൻ്റെ രീതിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് മാത്രം. അതിനായിട്ട് കുറച്ച് മിക്സ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. പലതരം നട്ട്സ് വേണമെങ്കിൽ കുറച്ച് റേസിൻസ് ചേർക്കാം. അതെല്ലാം ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. പിന്നെ കുറച്ച് പംകിൻ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, വൈറ്റ് സെസമി സീഡ്സ് എടുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് അതും വെക്കാം. വേണമെങ്കിൽ കുറച്ച് ചിയ സീഡ്സും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. അതൊക്കെ കുറച്ച് കുറച്ച് ചേർത്ത് അതും മാറ്റി വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തണുക്കാനാക്കി വെക്കാം. അയ്യോ, ഞാൻ ഓട്സ് ചേർത്തില്ലായിരുന്നു. ഓക്കെ, ഓട്സ് വേണമെങ്കിൽ കുറച്ച് ചേർക്കുക, ഓപ്ഷണലാണ്. ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് വേണം ചെയ്യാനായിട്ട്. അതും ഇതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തണുക്കാനാക്കി വെക്കാം. തണുത്തിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലോട്ട് 1-2 ബാച്ചായിട്ടിട്ട് അരച്ചെടുക്കുക തന്നെ വേണം. ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കൊക്കോ പൗഡറും 2 ഡ്രോപ്സ് വനില എസൻസും അതനുസരിച്ച് ഡേറ്റ്സ് ചേർക്കുക. പിന്നെ നല്ല സോഫ്റ്റ് ഡേറ്റ്സ് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞത് തന്നെ ചേർക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ മിക്സി പണി തരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ആ നട്ട്സിൻ്റെ ഉള്ളിലത്തെ നാച്ചുറൽ ഓയിൽസ് പുറത്തോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അരയ്ക്കുക, സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ പീനട്ട് ബട്ടർ പോലെ ആയിപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഈ ഒരു പരിവായി കഴിയുമ്പോൾ ഒന്ന് പിടിച്ച് നോക്കുക, പിടിക്കാൻ പറ്റുമോ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്കൊരു ബൗളിലോട്ട് മാറ്റി ഇതുപോലെ ഉരുട്ടി നല്ലൊരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ ഇത് സ്റ്റോർ ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ലഡ്ഡൂസ് ട്രൈ ഔട്ട് ചെയ്യുക. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ബയോട്ടിൻ ലഡ്ഡു എന്നും വിളിക്കാം അല്ലേ.